അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന
ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ലൂക്ക 22:31. ശിമയോൻ 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 ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, ഗോതമ്പ് മണി പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം. അതായത് ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പ് ആലപ്പുഴ റേഡിയോ സ്റ്റേഷൻ്റെ അടുത്ത് ഉള്ള പള്ളിയിലാണ് ഇരുന്നത്. എൻ്റെ പള്ളി ഇരുന്ന റേഡിയോ സ്റ്റേഷൻ കാണാം. ഇപ്പം അതിൻ്റെ രസം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ടെലിഫോൺ എക്സ്ചേഞ്ച് പോലെയല്ലേ, ഈ റേഡിയോ സ്റ്റേഷന് നല്ല 300 അടി ഉയരമാണ്, 350 അടി ഉയരമുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ സ്ഥലത്ത് വെച്ച് അത് വലിച്ച് കെട്ടി നിർത്തിയിരിക്കുകയാണ്, സ്റ്റേ സപ്പോർട്ട് ചെയ്തിരിക്കുക. അത് എന്തിനാണ്? ഈ റേഡിയോ സ്റ്റേഷൻ വീഴാതിരിക്കാനാ. ഉയരം കൂടുന്തോറും നമുക്ക് സപ്പോർട്ട് കൂടുതൽ വരും എന്നുള്ളതാണ് റേഡിയോ സ്റ്റേഷനെ പഠിപ്പിച്ചൊരു പാഠം. ഉയരം കൂടുന്നില്ലെങ്കിൽ ഇപ്പം ടെലിഫോൺ എക്സ്ചേഞ്ചിനൊക്കെ പ്രത്യേകിച്ച് വലിച്ചു കെട്ടണ സ്റ്റേ വയറൊന്നും ഇല്ലല്ലോ, സ്റ്റേ കമ്പികളൊന്നും ഇല്ല. റേഡിയോ സ്റ്റേഷൻ നല്ല ഉയരമാണ്, അതുകൊണ്ട് എല്ലാ 4 പാടേക്കും അത് വലിച്ചു കെട്ടണമുണ്ട്. വിശ്വാസത്തിൽ എപ്പോഴും വ്യക്തി വളരുന്നതനുസരിച്ച് കർത്താവ് 2 സ്റ്റേ ആണ് പറയണത്. ഒന്ന്, ഞാൻ തന്നെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നത്തെ സ്റ്റേ എന്താണ്? പിന്നത്തത്, നീ തിരിച്ചു വന്ന് സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ നിലനിർത്തുകയും ചെയ്യണം. അപ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസം കെട്ടുപോകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതും നമ്മുടെ വിശ്വാസം നിലനിർത്താനുള്ള ഒരു ശ്രമമാണ്. കാര്യം നിങ്ങൾ പല ആൾക്കാരും, ഞാൻ എന്തുമാത്രം ആയിരക്കണക്കിന് പ്രാർത്ഥന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയും പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പ്രാർത്ഥിക്കുന്നവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത്, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ടാണ് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു കോമൺ അളവിൽ, ഒരു പൊതു അളവിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിന് ഒരു മിനിമം വിശ്വാസം മതി. പക്ഷെ നടക്കുന്നതിന് മാക്സിമം വിശ്വാസം വേണം. ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? പ്രാർത്ഥിക്കുന്നതിന് ആർക്കും വലിയ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നത് നടക്കണമെങ്കിൽ, ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കണത് എന്തിനാണ്? ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാവുന്നതാണ്. ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മനസ്സിരിപ്പതാണ്, പിന്നെ പ്രാർത്ഥിച്ചതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർക്ക് തന്നെ ഇവിടെ പ്രാർത്ഥനയിൽ കോൺഫിഡൻസ് ഇല്ല. കർത്താവ് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചോദിക്കുന്ന മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു എന്ന് നിങ്ങൾ കരുതണം. അത് വേറെ വിശ്വാസമാണ്. മാർക്കോസ് 11:24. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും.
അപ്പം ഇതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ നേരത്തെ എന്താ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്നതും അതിന് ഒരു മിനിമം വിശ്വാസം ഉണ്ടാകണം. പക്ഷെ പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമെന്ന് വിശ്വസിക്കാൻ മാക്സിമം വിശ്വാസം വേണം. പല ആൾക്കാരും കിട്ടിയാൽ ഊട്ടി പോയാൽ ചട്ടി എന്ന രീതിയിൽ പൊട്ടക്കിണൻ്റെ മാവിട്ടെറിഞ്ഞ് എറിയണ പോലെയാണ് പല പ്രാർത്ഥന. അതെന്ന് വെച്ചാൽ അത് അവർക്ക് വിശ്വാസം, മിനിമം വിശ്വാസമുണ്ട്, ഒന്ന് ഫയർ ആക്കാനുള്ള വിശ്വാസമുണ്ട്, അത് പ്രാർത്ഥിക്കാനുള്ള വിശ്വാസമുണ്ട്. പക്ഷെ ലഭിക്കണമെന്ന് വിശ്വസിക്കാനുള്ള വിശ്വാസമില്ല. അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതെങ്ങനെ നേടാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പം ഈശോ പറഞ്ഞ പോലെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നമ്മുടെ ആത്മബന്ധമുള്ള ആരെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്തേത് എന്താണ്, നമ്മൾ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി അവരെ പിന്തുണച്ചുകൊണ്ടും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും വിശ്വാസം വളർത്തണം. അങ്ങനെ വരുമ്പോഴാണ് ഈ വിശ്വാസം നമുക്ക് കിട്ടുന്നത്. എന്താണ്, പ്രാർത്ഥിക്കണം ലഭിച്ചു എന്ന് വിശ്വസിക്കുക എന്നുള്ള വിശ്വാസം നമുക്ക് ലഭിക്കുന്നത്. എൻ്റെ കൃപാസന പ്രസാദര മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഈ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മുന്നിൽ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അനുഗ്രഹം കിട്ടിയതിൽ ഞാൻ വളരെ ഭാഗ്യവതിയും അതിനോടൊപ്പം തന്നെ അനുഗ്രഹവതിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പേര് ഐശ്വര്യ ജേക്കബ്. ഞാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ കട്ടപ്പന സെൻറ്റ് ജോർജ് ഫോറൻ ചർച്ചിലെ ഇടവക അംഗമാണ്. ഞാൻ കൃപാസനത്തിനെക്കുറിച്ച് അറിയുന്നത് എൻ്റെ അമ്മ വഴിയായിട്ടാണ്. 2019 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത്. അപ്പോൾ അന്ന് വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയാം. അപ്പോൾ യൂട്യൂബിലൊക്കെ ഞാൻ വീഡിയോസ് കാണും. അങ്ങനെയൊക്കെ ഈ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ എന്തെങ്കിലും എക്സാമിൻ്റെ സമയത്തിട്ട് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ എനിക്ക് കൃപാസനത്തിനോട് എപ്പോഴും ഒരു ഓൺലൈൻ വഴിയായിട്ടുള്ള ബന്ധം എല്ലാ രീതിയിലും ഞാൻ കൂടുന്നുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും ഞാൻ കുറേ പേരുടെ അടുത്ത് കൃപാസനത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത കൃപാസനമുണ്ട്, മാതാവിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ തിരുവല്ലയിൽ പുഷ്പഗിരിയിൽ BSc നഴ്സിംഗ് പഠിക്കുമായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷമാണ് BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം എനിക്ക് എൻ്റെ ആഗ്രഹം പുറത്ത് ജോലിക്ക് പോകണം എന്നായിരുന്നു. പക്ഷേ ഇപ്പം പുറത്തോട്ടൊന്നും ഇൻടേക്സ് ഇല്ല. പിന്നെ ഞാനൊരു ഫ്രഷറാണ്. അപ്പം എനിക്ക് അബ്രോഡ് ഒരു ജോലിക്ക് പോകാമെന്ന് പറഞ്ഞാൽ അതൊരു സ്വപ്നമായിരുന്നു. ഇനി ഒരിക്കലും അത് നടക്കത്തില്ല. അന്ന് എക്സ്പീരിയൻസ് ഇല്ലാതെ ആരെയും ഇപ്പം പുറത്തോട്ട് എടുക്കുന്നില്ല. OET ഇതൊക്കെ എക്സ്പയർ ആയിട്ടുള്ളവർ വരെ എൻ്റെ സീനിയേഴ്സ് നിൽക്കുക. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം നടക്കത്തേ ഇല്ലെന്ന ഒരു ഇതിൽ സങ്കടമായിരുന്നു. അപ്പം എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല, അത്ര താല്പര്യമില്ലായിരുന്നു ഞാൻ നഴ്സിങ്ങിന് പോകണമെന്ന്. അപ്പം എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ തന്നെയാണ് പുഷ്പഗിരി സെലക്ട് ചെയ്തത്. എല്ലാം എൻ്റെ ഇഷ്ടത്തിനായിരുന്നു ഞാൻ ഇത്രയോ ചെയ്തു വന്നത്. അപ്പം പെട്ടെന്നാണ് ഞങ്ങളുടെ കോളേജിൽ ഇങ്ങനെ ഒരു UK നിന്ന് ഒരു NHS ഇൻ്റർവ്യൂ റിക്രൂട്ട്മെൻറ്റ് വന്നത്. അപ്പം 50 പേര് ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട്. അതിൽ 38 പേര് ആ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. അപ്പം ഞാൻ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ ഇട്ട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കിതിൽ സെലക്ഷൻ തരണമേ, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് UK പോകണമെന്ന്, എനിക്ക് ഇത് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ ഇട്ട് പ്രാർത്ഥിച്ചു. അപ്പം 22 പേരെ സെലക്ട് ആക്കിയതിൽ ഒരാൾ ഞാനായിരുന്നു. ഞാൻ അങ്ങനെ ഭയങ്കര പഠിത്തക്കാരിയല്ല, എന്നാൽ അത്ര പഠിക്കത്തില്ലായകയല്ല, ഞാനൊരു മിഡിൽ ലെവലിലായിരുന്നു. എങ്ങനെയാണേലും എക്സാമിനെല്ലാം ഞാൻ പാസ്സാകും, അങ്ങനത്തെ ഒരു ലെവലിലുള്ള ആളായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ കിട്ടിക്കഴിഞ്ഞിട്ട് അവർ പറഞ്ഞിരുന്നത് ഓഗസ്റ്റ് 20 എന്നുള്ള ഡേറ്റിനുള്ളിൽ OET CBT ബാക്കി NMC പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണം എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ ജാനുവരിയിൽ UK പോകാൻ പറ്റും എന്നാണ്. അത് എത്രത്തോളം സത്യമാണോ ഒന്നും അറിയത്തില്ല. അപ്പം എനിക്ക് ഉണ്ടായിരുന്നു OET CBT ഒക്കെ ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഉടമ്പടിയിൽ സാക്ഷ്യങ്ങൾ ഭയങ്കര പാടാണ്, അത് പാസ്സാകണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടാണ്, എത്ര പഠിക്കുന്നവർക്കാണെങ്കിലും അതൊന്നും കിട്ടത്തില്ല, ഭയങ്കര ഭാഗ്യമാണ്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോഴും എനിക്ക് ഇംഗ്ലീഷിൽ ഞാനൊരു ഇച്ചിരി കോൺഫിഡൻ്റ് ആയിരുന്നു. എൻ്റെ കോളേജിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇംഗ്ലീഷിലുള്ള MCs എല്ലാം ഞാനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് OET ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടുമെന്ന്. അപ്പം എൻ്റെ കൂടെയൊക്കെ ഉള്ളവർ ഉടമ്പടി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഉടമ്പടി എടുക്കണം എന്നുണ്ട്. പക്ഷേ എനിക്കൊരു ഇതായിരുന്നു, എനിക്കിതെല്ലാം ഫോളോ ചെയ്യാൻ പറ്റുമോ. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതെല്ലാം അതേപടി ഫോളോ ചെയ്തില്ലെങ്കിൽ മാതാവ്
നമുക്ക് തിരിച്ച് എന്തെങ്കിലും നമുക്ക് എതിരായിട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുക്കണ്ട, അല്ലാതെ തന്നെ ഇപ്പം ഞാൻ എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു പോകാം, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യാം എന്നുള്ള രീതിയിൽ നിന്നു. അപ്പം ഞാൻ മാർച്ചിലാണ് എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞത്. ഈ 2025 മാർച്ചിൽ എൻ്റെ എല്ലാം കോളേജിലെല്ലാം കഴിഞ്ഞ് ഞാൻ 17th OETക്ക് ജോയിൻ ചെയ്തു. എനിക്ക് OET ഈസി ആയിട്ട് തോന്നി. റീഡിങ് എന്ന മൊഡ്യൂൾ മാത്രം എനിക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും തോന്നി. അപ്പോഴും ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്നു. ഉടമ്പടി എടുത്തില്ല, പ്രാർത്ഥിച്ചിട്ട് പോയി. ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ എല്ലാം ഇടുന്നുണ്ട്. പക്ഷെ ഉടമ്പടി എടുക്കാൻ ഇതായിരുന്നു, എനിക്ക് എന്തോ പോലെയായിരുന്നു. ഇനി കൃപാസനത്തിൽ പത്രം കൊടുക്കുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു പേടി. പത്രം കൊടുക്കുമ്പം ആൾക്കാരാരെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ, അപ്പം എന്തോ പോലെ നമുക്ക് നാണക്കേട്, അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുക്കാതെ നമുക്ക് എക്സാം എഴുതി നോക്കാം. അങ്ങനെ ഞാൻ മെയ് 24 എക്സാം എഴുതി കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം എനിക്ക് റീഡിങ് 2 മാർക്കിന് പോയി. ബാക്കി എല്ലാ മൊഡ്യൂൾസിനും എനിക്ക് നല്ല മാർക്കുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അതെന്ത് പറ്റി എനിക്ക് തരാൻ, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കെല്ലാം കുറച്ച് പേർക്ക് കിട്ടി. അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എനിക്ക് എന്തുകൊണ്ട് മാതാവ് തന്നില്ല, എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോഴും എനിക്ക് എന്നിൽ തന്നെയായിരുന്നു കോൺഫിഡൻസ്, കിട്ടുമായിരുന്നല്ലോ. പക്ഷെ ഞാൻ ഒരിക്കലും എനിക്കതൊരു OET കിട്ടാനുള്ള കഴിവുണ്ടെന്ന് വിചാരിച്ചിരുന്ന ആളായിരുന്നു ഞാൻ. അങ്ങനെ കുറേ സങ്കടപ്പെട്ട് ഞാൻ പിന്നെ നെക്സ്റ്റ് ഡേറ്റ് എടുത്ത് ജൂൺ 28 എക്സാം എഴുതിയപ്പോഴും എനിക്ക് പിന്നെയും റീഡിങ് 1 മാർക്കിന് പോയി. ബാക്കി എല്ലാ മൊഡ്യൂളിലും അതേ സെയിം മാർക്ക് തന്നെ. അപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര സ്ട്രെസ്സായി. എൻ്റെ കൂടെ ഉള്ളവർക്ക് എല്ലാം കിട്ടി. ഇൻ്റർവ്യൂ 22 പേരിൽ കിട്ടിയതിൽ പകുതി പേർക്ക് OET പാസ്സായി. അപ്പം എൻ്റെ കൂടെയുള്ള എല്ലാവരും പാസ്സായി. എന്നിട്ടും എനിക്ക് ആദ്യം കിട്ടും എന്ന് പറഞ്ഞായിരുന്നു ഞാൻ, എനിക്ക് കിട്ടുന്നുമില്ല. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി, എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കൃപാസനത്തിൽ അപ്പം എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉറപ്പായിട്ടും കിട്ടും, കൂടെ ഉള്ളവർക്കെല്ലാം കിട്ടിയല്ലോ, അപ്പോൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, അമ്മ ഇനി അടുത്ത ഒരു അറ്റംപ്റ്റും കൂടെ ചെയ്ത് നോക്കാം, അതിൽ എന്നാണെങ്കിലും എനിക്ക് കിട്ടും, എനിക്ക് ഉറപ്പാണ്, ഇത്രയും വരെ വന്നില്ല, ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഉടമ്പടി എടുക്കാൻ ഞാൻ പിന്നെ ഒരു മടി കാണിച്ചു. അങ്ങനെ ഞാൻ ജൂലൈ 12 പിന്നെയും ഡേറ്റ് എടുത്ത് എക്സാം എഴുതി. ആ എക്സാം എഴുതി ആദ്യത്തെ 2 എക്സാമും റീഡിങ് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. മൂന്നാമത്തെ ഞാൻ എക്സാം എഴുതി ഉടമ്പടി എടുക്കാതെ തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പിന്നെയും പോയി എക്സാം എഴുതിയത്. എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഞാൻ ആദ്യത്തെ സെക്ഷനിൽ 2 അറ്റൻഡും ചെയ്തില്ല. എന്തെങ്കിലും എഴുതി വെക്കേണ്ട ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കിടക്കണ്ടല്ലോ എന്നോർത്ത് ഒരു 5-6 ആൻസർ ഞാൻ വെറുതെ എഴുതി വെക്കുകയും ചെയ്തു. എനിക്ക് എന്തോ ചെയ്യേണ്ട ഭയങ്കര സങ്കടം, ഡിപ്രഷൻ, ആരോടും മിണ്ടാൻ ഇഷ്ടമില്ല. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ എന്നെ വിളിക്കുമ്പം എനിക്ക് പറയാനോ അവരോടൊന്നും മിണ്ടാനോന്നേ ഇല്ല. വീട്ടിലാണെങ്കിലും എനിക്കൊന്നും ചെയ്യാൻ ആഗ്രഹമില്ല. അങ്ങനെ ഒരു ദിവസം ജൂലൈ 12 ഞാൻ എക്സാം എഴുതി. ജൂലൈ 15 ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ പോവാന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ കട്ടപ്പനയിൽ നിന്ന് രാവിലെ 4:15 ഒരു ബസ്സൊക്കെ നോക്കി കണ്ടുപിടിച്ച് ഞാനിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്കൊരു സമാധാനമായിരുന്നു. ഞാൻ ഇവിടെ ഒരു കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ എന്നെ തന്നെ മെൻ്റലി പ്രിപ്പയർഡ് ആക്കി, ഇതെല്ലാം ഞാൻ ഫോളോ ചെയ്യും. എന്നിട്ട് പക്ഷേ എനിക്കൊരു സങ്കടമായിരുന്നു, ഞാൻ എക്സാം കഴിഞ്ഞിട്ടാണല്ലോ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് ഈ അറ്റംപ്റ്റിൽ എനിക്ക് തന്നില്ലെങ്കിലും പ്രശ്നമില്ല, കാരണം എനിക്ക് ഓൾറെഡി അറിയാം എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു, എൻ്റെ മെറിറ്റിൽ ഏതായാലും എനിക്കിത് കിട്ടത്തില്ല. അപ്പം ഇനി ഒരു അറ്റംപ്റ്റും കൂടെ എനിക്ക് ചാൻസ് ഉള്ളൂ. August 20 ആണ് എൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ August 9 കൂടെ എനിക്കിനി എക്സാം ഉള്ളൂ. അപ്പം ആ അറ്റംപ്റ്റിൽ എനിക്ക് പാസ്സാക്കി തന്നാൽ മതി. അതിന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുകയും ചെയ്തു. ആ അറ്റംപ്റ്റിൽ ഞാൻ എന്താണെങ്കിലും പാസ്സാവും, കാരണം ഞാൻ ഇപ്രാവശ്യം ഉടമ്പടി എടുത്തു, ഫുൾ കോൺഫിഡൻ്റ് ആണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചപ്പോൾ എനിക്ക് August 9 പാസ്സാണെന്ന് എഴുതാൻ തോന്നിയില്ല. ഞാൻ എഴുതിയ എക്സാമിൽ തന്നെ എന്നെ പാസ്സാക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഉടമ്പടിയിൽ നിയോഗത്തിൽ എഴുതിയത്. അങ്ങനെ ഇവിടുന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ കരഞ്ഞോണ്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഇനി ഞാൻ ഇവിടെ വരണമെങ്കിൽ ചിരിച്ചോണ്ടല്ല, ഞാൻ ഇങ്ങോട്ട് എന്നെ വരുത്തരുതേ. അന്ന് ഞാൻ ഇവിടുന്ന് എൻ്റെ വീട് എത്തുന്ന രാത്രി 11:30 ആയി. അതുവരെ ഞാൻ എനിക്ക് ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര വൊമിറ്റിങ്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇറിറ്റേഷൻസ് ഉള്ള ആളാണ്. ഞാൻ ഇവിടുന്ന് കയറിയപ്പോൾ തൊട്ട് എൻ്റെ വീട് എത്തുന്നിടം വരെ ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടായിരുന്നത്, എനിക്ക് എങ്ങനെയും എന്നെ ഒന്ന് പാസ്സാക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ ഗ്രാജുവേഷനായിരുന്നു ജൂലൈ 18 നഴ്സിങ്ങിൻ്റെ. അപ്പം ഞാൻ തീരുമാനിച്ചു ഞാൻ ഗ്രാജുവേഷന് പോകത്തില്ല, എനിക്ക് നാണക്കേട്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ പോയി ഞാൻ എങ്ങനെ ഇത്രയും അറ്റൻഡ് ചെയ്തിട്ട് ഇത്രയും ഇംഗ്ലീഷ് അറിയാവുന്ന ആളായിട്ട് എനിക്കിത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് അവരുടെ മുന്നിൽ പോയി നിൽക്കാൻ ഭയങ്കര നാണക്കേടായിരുന്നു. ഞാൻ ഗ്രാജുവേഷന് പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. അങ്ങനെ ജൂലൈ 15 ഞാൻ ഉടമ്പടി എടുത്തു. 18 ഗ്രാജുവേഷൻ. 17 എൻ്റെ OETയുടെ റിസൾട്ട് വന്നു. എനിക്ക് 350 വേണ്ടിടത്ത് 360 മാർക്സ് തന്ന് റീഡിങ്ങും എല്ലാ മൊഡ്യൂൾസിനും B ഗ്രേഡ് തന്ന് ഞാൻ പാസ്സായി.
ഇത് എനിക്ക് 0 മെറിറ്റാണ്. ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു. നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് ആണത്. ഒരു യോഗ്യതയില്ല. ഞാൻ ഒരാളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു 3rd എക്സാം ഞാൻ എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം. വീട്ടിലും എനിക്ക് മാത്രം എൻ്റെ കൂടത്തിൽ പഠിക്കുന്നവരോട് പോലും ഞാൻ പറഞ്ഞില്ല ഞാൻ എക്സാം എഴുതിയെന്ന്. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് ഗ്രാജുവേഷന് സന്തോഷത്തോടെ പോകാൻ ചാൻസ് കിട്ടണമെന്നായിരുന്നു. എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിലും എനിക്ക് ഈ ഉടമ്പടി തൈലമൊക്കെ എക്സാം സെൻറ്ററിൽ OET എഴുതുന്ന ഒട്ടുമിക്ക ആൾക്കാർ ഉടമ്പടി എടുത്തവരായിരുന്നു എൻ്റെ എക്സാം സെൻറ്ററിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരോട് ഞാൻ അങ്ങോട്ട് എന്ന് ചോദിച്ചു, എനിക്ക് ഇച്ചിരി ഉപ്പ് തരാമോ എന്ന് ചോദിച്ച് ഉടമ്പടി ഉപ്പും തൈലവും എല്ലാം അവർ എനിക്ക് തന്ന്. അങ്ങനെ ഞാൻ എക്സാം സെൻറ്ററിൽ ഉടമ്പടി തൈലം ഉപ്പ് ഇടുകയും എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റീഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ആണ് എക്സാമിന് പോയത്. അപ്പം അങ്ങനെ ഓഗസ്റ്റ് 20 മുന്നായി തന്നെ ഞാൻ എൻ്റെ OET CBT എല്ലാം NMC പ്രോസസ്സിങ് എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ വരുന്ന ഞായറാഴ്ച ജാനുവരി 11 ഞാൻ UK പോവാണ്. സ്കിൽഡ് വർക്കർ വിസ കിട്ടിയാണ് ഒരു ഫ്രഷറായ എന്നെ മാതാവ് UK വിടുന്നത്. അത് എനിക്കത് എങ്ങനെയാ അത് എത്ര നന്ദി പറഞ്ഞാലും മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞാൽ തീരത്തില്ലാത്ത അത്ര വലിയ അനുഗ്രഹമാണ് മാതാവ് എനിക്ക് തന്നത്. ഒന്നും ചോദിക്കാതെ തന്നെ എന്നെ ഉടമ്പടി എടുക്കാൻ വേണ്ടി തന്നെയാണ് മാതാവ് എന്നെ അത്രയും 2 പ്രാവശ്യം എഴുതിപ്പിച്ച് എന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയാണ് എന്നെ നിയോഗിച്ചതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇതാണ് എൻ്റെ ഒരു സാക്ഷ്യം. രണ്ടാമത്തെ ഒരു സാക്ഷ്യം എന്ന് വെച്ചാൽ എനിക്ക് PCOD എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടായിരുന്നു. ഞാൻ 7 ഇയേഴ്സായിട്ട് ഹോർമോൺ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ അന്ന് തൊട്ട് ഇന്ന് വരെ 7 മാസമായി എനിക്ക് പീരിയഡ്സ് റെഗുലറാണ്. എനിക്ക് ഒരു ഹോർമോൺ ടാബ്ലറ്റ്സും കഴിക്കേണ്ട വന്നിട്ടില്ല. ഞാൻ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചെല്ലുമ്പോഴും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന ചെല്ലുമ്പോഴും ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. വയറിൽ പുരട്ടി പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി. അതിനുശേഷം എൻ്റെ ഇത് ഇറഗുലർ ആയിട്ടില്ല, ഇതുവരെ നോർമലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. ഇതല്ലാതെ ഒരുപാട് ഞാൻ ഉടമ്പടിക്ക് ശേഷം ഞാൻ ഓൾറെഡി ഒരു ഇച്ചിരി തടസ്സമുള്ള ആളാണ്. എല്ലാ കാര്യങ്ങളും എനിക്ക് ആദ്യത്തേതിൽ ശരിയാവുന്ന ഒരാളല്ല, എല്ലാം ഒരു രണ്ടാമത്തേതിൽ അങ്ങനത്തെ ഒരാളാണ് ഞാൻ ശരിയാവുന്ന എല്ലാ കാര്യങ്ങളും. ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് പ്രാർത്ഥിക്കുന്നു എനിക്ക് ആ സ്പോട്ടിൽ തന്നെയാണ് എനിക്കത് സാധിച്ചു കിട്ടുന്നത്. അപ്പം ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായി ചെയ്തത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. എങ്ങനെ ഇത് കൊടുക്കും, എല്ലാവരും ഇതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു പേടിയായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയ അന്ന് തൊട്ട് 3 ദിവസത്തിനുള്ളിൽ ഞാൻ ആ പത്രം മൊത്തവും കൊടുത്തു തീർത്തു. അത് ഞാൻ ഞങ്ങളുടെ സ്ഥലത്ത് ഇറങ്ങി നടന്ന് ഓരോരുത്തരുടെ എടുത്ത് കൊടുക്കുകയായിരുന്നു ചെയ്തത്. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചവരാരും അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞില്ല, എല്ലാവരും തന്നെ വാങ്ങിച്ചു. എൻ്റെ അടുത്ത് ആദ്യമായിട്ട് സംസാരിക്കുന്നവർ, എനിക്ക് അറിയാവുന്നവരൊക്കെ ഉള്ളിടത്തെല്ലാം എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയും. പിന്നെ കൃപാസനത്തിലെ ഡെയിലി ബ്രെഡ്, ധ്യാനങ്ങൾ എല്ലാം ഞാൻ ഒരു മുടക്കവും കൂടാതെ കൂടും. എനിക്കതൊക്കെ ഒരു മടിയുള്ള ആളായിരുന്നു. ഈ ധ്യാനമൊക്കെ 2.5 മണിക്കൂർ കണ്ടിന്യൂസ് ഇരുന്ന് കൂടുക എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ പറ്റും എന്നുള്ളൊരിതൊക്കെ ആയിരുന്നു. അതൊക്കെ എനിക്ക് ചൊവ്വാഴ്ച ആകുമ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ എന്തൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ഞാനത് അപ്പം തന്നെ ഫോണിൽ കാണും. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തിട്ടുള്ളത്, ഞാൻ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഞാനിപ്പം എനിക്ക് സ്വന്തമായിട്ട് ജോലിയൊന്നും ഇല്ല. അപ്പം വീട്ടിലുള്ള പൈസയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം ആരെങ്കിലും എൻ്റെ അടുത്തൊന്ന് പൈസ ചോദിച്ചാലൊന്നും ഞാൻ അങ്ങനെ കൊടുക്കത്തില്ലായിരുന്നു. കാരണം എനിക്ക് ജോലിയൊക്കെ സ്വന്തമായിട്ട് ആയി കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കാൻ അങ്ങനെ ഒരാളായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അങ്ങനെയൊന്നുമില്ല. ആരെൻ്റെ അടുത്ത് വന്ന് ഒരു കൈ നീട്ടിയാലും ഞാൻ ആരെയും എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ വിടത്തില്ല. എവിടുന്നെങ്കിലും ഞാൻ വാങ്ങിച്ചാണെങ്കിലും എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ പോലും ഞാൻ എവിടുന്നെങ്കിലും ഒപ്പിച്ചും വാങ്ങിച്ചും എടുത്ത് ഞാൻ അവരെ സഹായിക്കും. അതിലൊന്നും എനിക്കിപ്പോൾ ഒരു മടിയില്ല. ഞാൻ അങ്ങോട്ട് ചെന്ന് ഇപ്പം എൻ്റെ അടുത്ത് വരാതെ ഒരാൾ ദൂരെ നിൽക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് ചെന്ന് അവരെ സഹായിക്കും. പിന്നെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ പൈസ കൊടുക്കുന്നുണ്ട്. ആത്മീയമായി എനിക്കുണ്ടായെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര വെപ്രാളക്കാരിയായിരുന്നു. എല്ലാം എനിക്ക് ആദ്യം വേണം അങ്ങനെ ഒരു വെപ്രാളമുള്ള ഒരാളായിരുന്നു. പിന്നെ ദേഷ്യക്കാരിയായിരുന്നു. ഇതിലെല്ലാം ഒരു കൺട്രോൾ വന്നിട്ടുണ്ട്. ഒരുപാട് വ്യത്യാസങ്ങൾ എനിക്ക് ഉടമ്പടിക്ക് ശേഷം ഉണ്ടായി. അപ്പം തുടർന്നും ഞാനിപ്പം അടുത്ത ഞായറാഴ്ച പോവാണ്. അപ്പം ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിനെ ഇനി ഞാൻ കൈവിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇതിനി ഉണ്ടാകുന്ന ഇതിലും വലിയൊരു നഷ്ടം ഉണ്ടാകത്തില്ല. ഇത് മാതാവ് എന്നെ അനുഗ്രഹിച്ചതാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ മാതാവിനെ ഉപേക്ഷിക്കില്ല. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, കൃപാസന മാതാവിനെ മുറുകെ പിടിച്ച മാതാവ് ഒരിക്കലും കൈവിടത്തില്ല.
അത് ഞാൻ ഉറപ്പായി പറയുന്നു, പിതാവേ എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് വെച്ചാണ് ഞാൻ എപ്പോഴും ഇപ്പം പ്രാർത്ഥിക്കുന്നത്. എന്താണോ ഈശോയുടെയും മാതാവിൻ്റെയും ഇഷ്ടം അത് നടക്കട്ടെ, ആ ഒരു ഇതിൽ പോവുകയാണ്. ഒരു പേടിയും ഒന്നുമില്ലാതെ എല്ലാം നിങ്ങൾ ഈശോയും മാതാവും തീരുമാനിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഇത്രയും വലിയൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിനും തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. ഞാൻ എനിക്കും തിരുക്കുമാരന് 1000 നന്ദി. എൻ്റെ പേര് ഡെൽന. ഞാൻ കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. 2020 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത്. അതിനു മുമ്പ് തന്നെ എനിക്ക് പരിശുദ്ധ മാതാവിനെ അറിയാമായിരുന്നു. മാതാവിൻ്റെ ഫോട്ടോ എൻ്റെ റൂമിലുള്ളൊരു ചേച്ചി കൊണ്ടുവരികയും ഞാനതിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലായിട്ട് എനിക്ക് മാതാവിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. 2020 ഞാൻ ഒരു നേഴ്സായിട്ട് മുംബൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പുറത്തേക്ക് പോകാനുള്ള എല്ലാം ശരിയായി, മെഡിക്കൽ അൺഫിറ്റായി. അങ്ങനെ 2 തവണ മെഡിക്കൽ ചെയ്തപ്പോൾ 2 തവണ അൺഫിറ്റായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം യൂട്യൂബിൽ വെച്ച് യാദൃശ്ചികമായിട്ടാണ് കൃപാസനത്തെക്കുറിച്ച് കാണുന്നത്. അപ്പോൾ ഞാൻ മാതാവിൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അടുത്ത മെഡിക്കൽ വരുമ്പോൾ മെഡിക്കൽ ഫിറ്റ് ആകുമെന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ മുന്നേ വന്ന് ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ 3ാമത് വീണ്ടും മെഡിക്കൽ ചെയ്തു. നാട്ടിൽ വന്ന് മെഡിക്കൽ ചെയ്തു. മെഡിക്കൽ ഫിറ്റായിരുന്നു. അങ്ങനെ ഞാൻ 2020 ഫെബ്രുവരി 25 ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് കടന്നു വരുന്നത്. അന്ന് വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്ന ദിവസം ഇവിടെ ആരാധനയുള്ള ദിവസമായിരുന്നു. ആരാധനയുടെ സമയത്ത് അച്ഛൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിന് തടസ്സമുണ്ടെങ്കിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ഡേറ്റും ഇട്ട് മാർച്ച് 3 എന്നുള്ള ഡേറ്റ് ഇട്ട് സമയം 10:30 വെച്ച് പ്രാർത്ഥിച്ചു. അത് എനിക്ക് കുവൈറ്റിലേക്ക് പോകാനുള്ള ടിക്കറ്റ് റെഡിയാകാൻ വേണ്ടിയായിരുന്നു പ്രാർത്ഥിച്ചത്. 25 ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു തിരിച്ചു പോയി. 27 ഞാൻ പ്രെയർ ചെല്ലാൻ തുടങ്ങി. അതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ എൻ്റെ ടിക്കറ്റ് ശരിയായി. പക്ഷേ ടിക്കറ്റ് മാർച്ച് 2-ാം തീയതി ആയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു മാർച്ച് 3 ബാംഗ്ലൂരിൽ നിന്നായിരുന്നു എനിക്ക് ഫ്ലൈറ്റ്. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റിന് കയറുകയും ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അങ്ങനെ 3 ഞാൻ മാതാവിൻ്റെ മുന്നിൽ എഴുതിയ ഡേറ്റിൻ്റെ അന്ന് ഞാനിവിടെ 10:30 സമയം എഴുതിയിട്ടത്. 9:30 ആയപ്പോൾ ഞാൻ കുവൈറ്റിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. അതായിരുന്നു എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 2ാമതായിട്ട് ഞാൻ നിയോഗം വച്ചിരുന്നത് എൻ്റെ അവിടെ ചെന്നിട്ടുള്ള മെഡിക്കലായിരുന്നു. ഇവിടുന്ന് മെഡിക്കൽ ഫിറ്റ് ആണെങ്കിലും അവിടെ ചെന്ന് വീണ്ടും നമ്മൾ മെഡിക്കൽ എടുക്കണമായിരുന്നു. അവിടെ ചെന്ന് വീണ്ടും മെഡിക്കൽ ചെയ്തു. എനിക്ക് ഓൾറെഡി ചെസ്റ്റ് ഇൻഫെക്ഷൻ റെഗുലറായിട്ട് ഇങ്ങനെ വരുന്നതും മെഡിസിൻ എടുക്കുന്നതുമായിരുന്നു. പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചാണ് പോയത്. മാതാവിൻ്റെ തൈലം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്നുള്ള മെഡിക്കലിൽ പരിശുദ്ധ അമ്മയുടെ കൃപ വഴിയായി മെഡിക്കൽ ഫിറ്റ് ആവുകയും അവിടുത്തെ എല്ലാ പ്രോസസ്സിങ്ങും നടക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 3ാമതായി ഞാൻ മാതാവിൻ്റെ മുൻപിൽ വെച്ച നിയോഗമായിരുന്നു എൻ്റെ ലൈസൻസിൻ്റെ എക്സാം. അവിടെ ചെന്ന് 3 തവണ നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. 3 തവണ എഴുതി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ അവർ നാട്ടിലേക്ക് കയറ്റിവിടും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. 8 അവർ കോൺട്രാക്റ്റിലായിരുന്നു ഞാൻ കുവൈറ്റിലേക്ക് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പം കൊറോണയുടെ ടൈം ആയിരുന്നതുകൊണ്ട് ഡ്യൂട്ടി അവേഴ്സ് കൂടുതലായിരുന്നു. പഠിക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ലായിരുന്നു. കൂടുതലായിട്ട് ഞാൻ പഠിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മെറിറ്റിലല്ലാതെ പരിശുദ്ധ അമ്മയുടെ കൃപ വഴി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവിടുത്തെ ലൈസൻസിൻ്റെ എക്സാം പാസ്സാകാൻ സാധിച്ചു. ഇതാണ് എൻ്റെ 3ാമത്തെ നിയോഗം. 6ാമതായി ഞാൻ വച്ചൊരു നിയോഗമായിരുന്നു ഞങ്ങൾക്കൊരു വീടെന്നുള്ളത്. പക്ഷേ 0 മെറിറ്റിൽ നിന്ന് ആ വീടെന്നുള്ളത് എഴുതിയപ്പോൾ എനിക്ക് തന്നെ ഉള്ളിലൊരു വിശ്വാസമില്ലായിരുന്നു അത് നടക്കുമോയെന്ന്. അത് വീടെന്നുള്ളത് എനിക്ക് ആഗ്രഹിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അത് കാരണം ഞാൻ അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ അതിരെ തന്നെ ഒരു വീടും കൂടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ചേട്ടനോട് ഓൾറെഡി ഞങ്ങൾ ചോദിച്ചതായിരുന്നു ആ സ്ഥലം വിൽക്കുന്നുണ്ടോ എന്ന്. ആ ചേട്ടൻ പറഞ്ഞിരുന്നു അത് വിൽക്കുന്നില്ല, ആ സ്ഥലവും വീടും വിൽക്കുന്നില്ല, വാടകയ്ക്ക് കൊടുക്കുവാന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ ആ പറഞ്ഞ ചേട്ടൻ ഞാനിവിടെ ഉടമ്പടിയിൽ എഴുതി പോയതിൻ്റെ ശേഷം വീട്ടിൽ വരികയും വീട്ടിൽ വന്ന് പപ്പയോട് പറയുകയും ചെയ്തു, ഞങ്ങളത് വിൽക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് തരാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ലോണിൻ്റെ പ്രോസസ്സിങ് നോക്കിക്കോ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞത് വെച്ച് ലോണിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്നേരം എനിക്ക് വിശ്വാസമില്ലായിരുന്നു നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. അതാണ് എൻ്റെ വിശ്വാസമില്ലായ്മയെ പരിശുദ്ധ അമ്മ പരീക്ഷിച്ചു. 2 കൊല്ലത്തോളം ആ വീടിൻ്റെ ലോണിന് വേണ്ടി നടന്നു. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അമ്മ ലോണിന് വേണ്ടി പോകുമ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു തടസ്സങ്ങൾ മാറാൻ വേണ്ടി. അങ്ങനെ മാതാവ് തന്നത് ആ വീടെന്നുള്ളതിന് ഉറപ്പായിട്ട് മാതാവിൻ്റെ മുന്നേ ഞാൻ 2020 ഫെബ്രുവരി 25 ഉടമ്പടി എടുത്തത്. 2022 ഫെബ്രുവരി 25 2 തവണ മാറിപ്പോയ ആധാരം ഞാനിവിടെ ഉടമ്പടി എടുത്ത ഡേറ്റിൽ തന്നെ നടക്കുകയുണ്ടായി. ഇതാണ് എനിക്ക് ആദ്യമായിട്ട് ഉടമ്പടി വഴി ലഭിച്ച 4 നിയോഗങ്ങൾ. പിന്നീട് എനിക്ക് ഇവിടുത്തെ ഡെയിലി ബ്ലെസ്സിങ് വഴി എനിക്ക് അച്ഛൻ്റെ പ്രാർത്ഥന വഴി എനിക്ക് അനുഗ്രഹം ലഭിച്ചു.
ലാസ്റ്റ് ഓഗസ്റ്റിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്ത് മാറി കയറുകയുണ്ടായി. ആ സമയത്ത് തന്നെ ഞാൻ കറസ്പോണ്ടൻ്റായിട്ട് പോസ്റ്റ് PSC ചെയ്യുന്നുണ്ടായിരുന്നു. പോസ്റ്റ് PSCയുടെ എക്സാമിൻ്റെ ഭാഗമായിട്ട് എൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും ഞാൻ ഇവിടെ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്തേക്കുകയായിരുന്നു. അവിടെ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം നമ്മൾ സ്കാൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുകയും അതിൻ്റെ അറബിക് ട്രാൻസ്ലേഷനും അതിനകത്ത് ഒരു സ്റ്റാമ്പും വേണമായിരുന്നു. പക്ഷേ എൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് എനിക്കത് ചെയ്യാൻ സാധിക്കുകയില്ലായിരുന്നു. അപ്പോൾ HRE എന്നോട് പറഞ്ഞു ഒരിക്കലും പോസിബിൾ ആകില്ല, എന്തായാലും ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാമെന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 14 മോർണിംഗ് ബ്ലെസ്സിങ്ങിൻ്റെ സമയത്ത് അച്ഛൻ പറഞ്ഞു, നീ ഇന്ന് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളുടെ മേൽ മാതാവ് 14 ദിവസത്തിനുള്ളിൽ ഒരു ഉത്തരം തരുമെന്ന് പറഞ്ഞു. ഞാനത് എന്നോട് പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. കറക്റ്റ് 14 ദിവസം ഓഗസ്റ്റ് 26 എൻ്റെ ലൈസൻസ് ട്രാൻസ്ഫറായി. ആക്ച്വലി അതിനകത്ത് വേണ്ടുന്ന ഒരു ക്വാളിഫിക്കേഷനും എനിക്കുണ്ടായിരുന്നില്ല. എങ്ങനെ ട്രാൻസ്ഫർ ആയെന്ന് എനിക്കറിയത്തില്ല. പരിശുദ്ധ അമ്മ ഇടപെട്ടാണ് അത് ട്രാൻസ്ഫർ ചെയ്ത് തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് എനിക്ക് രോഗസൗഖ്യത്തിനെക്കുറിച്ചാണ് പറയാനുള്ളത്. ഞാൻ ഒരു ഓർമ്മ വെച്ച കാലം തൊട്ട് എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. ഒരുമാതിരി എല്ലാ സംഭവം അലർജി ആയിരുന്നു. പൊടിയെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴെല്ലാം എനിക്ക് അലർജി ഉണ്ടാകാറുണ്ടായിരുന്നു. 2017 ഞാൻ ഇവിടുന്ന് ബോംബെക്ക് ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് കൂടുകയുണ്ടായി. അത് കഴിഞ്ഞ് അവിടെ വെച്ച് സ്റ്റീറോയിഡ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ റെഗുലറായിട്ട് പഫൊക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ അതെനിക്ക് നിർത്താൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലായി. അവിടെയുള്ള ഡോക്ടേഴ്സ് ഒരുപാട് ചെക്കപ്പ് ചെയ്തു. എൻ്റെ റീസൺ എന്താണെന്ന് ചെക്ക് ചെയ്തു. ഡയഗ്നോസിസിന് വേണ്ടി നോക്കി. പക്ഷേ എന്താണെന്ന് പ്രോപ്പർ ഡയഗ്നോസിസ് അവർക്ക് കണ്ടുപിടിക്കാനായില്ല. കോയറി COPD എന്ന് പറഞ്ഞാണ് ലാസ്റ്റ് അവർ ട്രീറ്റ്മെൻറ്റ് തന്നുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി ഞാൻ നിയോഗം വച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പരിശുദ്ധ അമ്മ ഇവിടെ വന്ന പാടെ എൻ്റെ ആ രോഗം എടുത്തു മാറ്റി. അത് കഴിഞ്ഞ് 2020 ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇതുവരെ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അടുത്തതായിട്ട് എനിക്കുണ്ടായ ഒരു സൗഖ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് അവിടെ ചെന്നൊരു 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പതുക്കെ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു സ്ട്രെസ്സ് കാരണമായിരിക്കും, ഉറക്കം ശരിയാകാനായിട്ടാണെന്ന് വിചാരിച്ചു. എനിക്കൊന്നും തന്നെ കാണാൻ പറ്റത്തില്ലായിരുന്നു, എല്ലാം ബ്ലേഡ് വിഷനായിരുന്നു. പക്ഷേ ഞാനതിന് ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുത്തില്ല, പിന്നെയും മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും കാണത്തില്ല. എൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ പോലും എനിക്ക് ബ്ലേഡായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ വെച്ചൊരു ഒപ്താൽമോളജി കൺസൾട്ടേഷൻ ചെയ്തു. അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പവർ ഒത്തിരി കുറയുന്നുണ്ടെന്നും സ്പെക്സ് വെക്കണമെന്നും പറഞ്ഞു. സ്പെക്സ് വെക്കാൻ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാത്രിയിൽ പകൽ ഫുൾ ടൈം ഞാൻ വെക്കുമായിരുന്നു. ഈവൻ എൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ പോലും എനിക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഫുൾ ടൈം സ്പെക്സ് വെക്കും. നൈറ്റ് ഉറങ്ങുമ്പോൾ മാത്രമേ ഞാൻ അത് റിമൂവ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ പകലെല്ലാം വെക്കുന്നതുകൊണ്ട് രാത്രി കിടക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞാൻ ഞെട്ടി എണീക്കുമായിരുന്നു. എൻ്റെ മുഖത്ത് സ്പെക്സ് ഇരിക്കുന്ന പോലെ തോന്നുന്നതുകൊണ്ട് രാവിലെ എന്നും ഞാൻ പ്രേയറിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ സ്പെക്സ് എനിക്ക് ലൈഫ് ലോങ് ആകുമെന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 3 ആഴ്ച വരെ ഞാൻ സ്പെക്സ് വെച്ചുള്ളൂ. അത് കഴിഞ്ഞ് എടുത്തു മാറ്റാൻ സാധിച്ചു. പരിശുദ്ധ അമ്മ എൻ്റെ സ്പെക്സ് എടുത്തു മാറ്റി. അതിനുശേഷം എനിക്കിതുവരെ കാഴ്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞാനിവിടെ വരുമ്പോൾ പത്രം മേടിച്ചുകൊണ്ട് പോകും. ഇംഗ്ലീഷും മലയാളവും പത്രം മേടിച്ചാണ് ഞാൻ പോകാറ്. ഞങ്ങളുടെ ഇവിടെ കുവൈറ്റിൽ ഫിലിപ്പീൻസ് മാസം ഉണ്ട്, ഞങ്ങളുടെ മലയാളം മാസത്തിൻ്റെ മുന്നേ. അപ്പോൾ അവിടെ വരുന്നവർക്കെല്ലാം മാതാവിനെക്കുറിച്ച് പറഞ്ഞ് ഈ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ എല്ലാ ഞായറാഴ്ചകളിലും പള്ളിയിൽ പോകുമ്പോൾ ഇവിടുന്ന് ആരെങ്കിലും ഉടമ്പടി എടുത്ത് ഒരു പത്രം കൊണ്ട് അവിടെ കൊടുക്കുന്നവരെ കാണാം. അവിടെ നിന്ന് എക്സ്ട്രാ എപ്പോഴും 5-6 പത്രം ഞാൻ മേടിച്ച് എൻ്റെ കൂടെയുള്ളവർക്ക് കൊണ്ടുപോയി മാതാവിനെക്കുറിച്ച് പറഞ്ഞ് കൊടുക്കാറുണ്ട്. പിന്നെ ഭക്ഷണം കൊടുക്കുക അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ ആയതുകൊണ്ട്. അപ്പം ഞാൻ ആരെങ്കിലുമൊക്കെ അറിയാവുന്നവർ പറഞ്ഞാൽ പൈസ കൊടുത്ത് സഹായിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രാർത്ഥനാ ജീവിതത്തിലുണ്ടായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിക്കാൻ ഭയങ്കര പുറകോട്ടായിരുന്നു. ഭയങ്കര തിരക്കൊക്കെയാണ്, ഞാൻ ജപമാല ഉപേക്ഷിക്കുമായിരുന്നു അന്ന്. പകരം മാതാവിൻ്റെ നിത്യസഹായ മാതാവിൻ്റെ നൊവേന ചൊല്ലിയിട്ടായിരുന്നു കടന്നുകൊണ്ടിരുന്നത്. പക്ഷേ എന്ന് ഞാൻ ഉടമ്പടിയിലോട്ട് വന്നോ അതിനുശേഷം ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി, ജപമാല മുടങ്ങാതെ ചെല്ലാൻ തുടങ്ങി. ഞങ്ങൾക്ക് കുവൈറ്റിലെ കൃപാസനത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും അഖണ്ഡ ജപമാല നടക്കാറുണ്ട്. എന്നെക്കൊണ്ട് സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ പോകാറുണ്ട്. അവിടെ എല്ലാവർക്കും നേർച്ച വസ്തുവായിട്ട് മാതാവിൻ്റെ കാർഡും കൊന്തയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ കൊന്ത കെട്ടി കൊടുക്കാറുണ്ട്. ഇത്രയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ഈ അൾത്താരയിൽ രണ്ടാമതും സാക്ഷ്യം പറയുന്നതിനു വേണ്ടി എന്നെ ഉയർത്തിയതിന് ദൈവമാതാവിനും ഈശോയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. 2019 ആദ്യമായിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് ഷൈനി, കാസർഗോഡ് ജില്ലയിൽ നിന്നും വരുന്നു. ഞാനൊരു അധ്യാപികയാണ്. ഇതെൻ്റെ മകൾ ദിവ്യ, സൈക്കോളജിസ്റ്റാണ്.
2019 ഓൺലൈൻ ഉടമ്പടി എടുത്തതിനെ തുടർന്ന് എനിക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും ഒക്കെയും മുൻ സാക്ഷ്യത്തിൽ വളരെ വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. രോഗസൗഖ്യങ്ങളിലൂടെ പോയപ്പോഴുണ്ടായിരുന്ന അനുഭവങ്ങളാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2022 ഞാനിവിടെ നേരിട്ട് വന്ന് ഉടമ്പടി എടുക്കുകയും തുടർന്നും ഉടമ്പടി ജീവിതത്തിൽ ഇത് 11ാമത്തെ തവണ ഉടമ്പടി പുതുക്കിയപ്പോഴും എനിക്കുണ്ടായിരിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് വെറുതെ അനുഭവം മാത്രമല്ല, ഒരു അനുഭൂതിയായിട്ട് മാറുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. ഒരു പക്ഷേ കഴിഞ്ഞ ഉടമ്പടികളിലൊന്നും തന്നെ ഞാൻ നിയോഗങ്ങളായിട്ട് എൻ്റെ ആവശ്യങ്ങൾ വയ്ക്കാറില്ല. ദൈവത്തിൻ്റെ കൃപ നിറയുന്നതിന് വേണ്ടിയുള്ള വാക്കുകൾ മാത്രമാണ് കൂടുതലും അതിൽ രേഖപ്പെടുത്താറുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തും. ബാക്കി എൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ വെക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. എങ്കിലും നിയോഗമായിട്ട് എനിക്ക് മനസ്സിലേക്ക് കൊണ്ടുവന്നിരുന്ന കാര്യങ്ങളെ പരിശുദ്ധ അമ്മ വഴി എനിക്ക് വളരെയധികം നന്നായിട്ട് തന്നെ അനുഭവയോഗ്യമാക്കി തന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആദ്യമായിട്ട് എൻ്റെ നിയോഗത്തിലൊന്ന് എൻ്റെ മകൾ, മൂത്ത മകൾ, അവളിവിടെ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. എങ്കിലും എൻ്റെ ആവശ്യകതയിൽ ഒന്ന് അവളുടെ PhD ആയിരുന്നു. അവൾ MSc ഫിസിക്സ് കഴിഞ്ഞതാണ്. PhD അവൾക്ക് അടുത്ത കാലത്ത് വിചാരിക്കുന്ന അതേ വിഷയത്തിൽ തന്നെ ലഭിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ നിയോഗസാക്ഷ്യം എന്ന് പറയാനുള്ളത്. അവളിവിടെ വന്നിരുന്നു, പക്ഷേ 3 വർഷം കഴിഞ്ഞതിന് ശേഷം അത് ഈ അൾത്താരയിൽ പറഞ്ഞാൽ മതി എന്നുള്ളത് കൊണ്ടാണ് വിശദമായിട്ട് പറയാതിരിക്കുന്നത്. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് മകൾ, ഇവൾക്ക് MSc സൈക്കോളജി കഴിഞ്ഞ് ഉടൻ തന്നെ താൽക്കാലികമായി ജോലി ലഭിച്ചെങ്കിലും സ്ഥിരമായിട്ടുള്ളൊരു ജോലി ലഭിക്കണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ഒരു ആഗ്രഹം. അതോടൊപ്പം തന്നെ PhDയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ജോലി ഇപ്പോൾ ലഭിച്ചു എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ അവൾ സംസാരിച്ചോളും. എന്തായാലും ആ ജോലി നൽകി അനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഓരോ ദിവസവും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അനുഭവ സാക്ഷ്യങ്ങൾ തന്നെയാണ്, പക്ഷേ എല്ലാം ഒന്നും നമുക്കിവിടെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അനുഭവങ്ങൾ ഓരോ ദിവസവും ഞാൻ ഉടമ്പടിയിലൂടെ ജീവിതം കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചത് അനുഭവം എന്തെങ്കിലും എൻ്റേതായിട്ടുണ്ടായതെന്ന് എനിക്ക് പറയാനില്ല. എല്ലാം അമ്മ നൽകുന്ന അനുഗ്രഹങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് വളരെയധികം സന്തോഷിക്കുന്നു. ഇനി എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണമെങ്കിൽ അവരുടെ ഒക്കെ ആ ഒരു ആവശ്യങ്ങളോ അല്ലെങ്കിൽ അനുഭവങ്ങളോ കാണുമ്പോൾ എനിക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നു എന്നുള്ളത് ദൈവികമായ ഒരു സാന്നിധ്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തക ആക്സിഡൻറ്റ് പറ്റി അവൾ ഒരു വർഷത്തോളം അതുമായി ബുദ്ധിമുട്ടുകയായിരുന്നു. അവൾക്ക് നടന്നു പോയി, ഞങ്ങളുടെ സ്കൂളിലാണ്, സ്കൂളിൽ നിന്ന് മുകൾ വശത്ത് നിന്ന് നടന്ന് താഴെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ ആദ്യമൊന്നും എനിക്കതങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് തോന്നിയില്ല, ജസ്റ്റ് ഞാൻ പറയുകയേ ചെയ്തുള്ളൂ. പക്ഷെ ഒരു ദിവസം എനിക്ക് അതുപോലെ തന്നെ മറ്റൊരു സുഹൃത്തിന് കാലിന് വയ്യാതായി, കാല് ഉളുക്കിപ്പോയതോ എന്തോ ആണ്, കുറേ ഒടിഞ്ഞു പോകുന്ന സംതിങ്, എന്തായാലും അവൾക്കും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നു. പക്ഷെ ഞാൻ അതിലും പ്രത്യേകിച്ചൊന്നും പറയാതെ എൻ്റെ പ്രാർത്ഥനയിൽ ചെറുതായിട്ടൊന്ന് ചേർത്തത് മാത്രമേ ഉള്ളൂ. കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്കത് എൻ്റെ അമ്മ എന്നെ ബോധ്യപ്പെടുത്തി തരികയായിരുന്നു. സാധാരണഗതിയിൽ ഞാൻ വളരെ വേഗം എൻ്റെ തൈലം കൊണ്ടുപോയിട്ട് അവർക്ക് പുരട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കുകയൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ ഇവർക്ക് ഞാൻ എന്തുകൊണ്ടോ അത് ചെയ്തില്ല, എനിക്കങ്ങനെ തോന്നിയില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ എനിക്ക് പെട്ടെന്ന് എൻ്റെ കൈക്കൊരു വേദന വരുന്നു, ലെഫ്റ്റ് കൈ, ഈ കൈക്കൊരു വേദന വരുന്നു. അതുപോലെ ചെറിയ നടുവേദന, എനിക്ക് സാധാരണ നടുവേദനയൊന്നും ഉണ്ടാവാറില്ല. ഈ 2 വേദന വരുമ്പോൾ ഞാനത് രോഗമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, പകരം അതെനിക്ക് എന്തോ ഒരു സൂചനയാണെന്നുള്ള തിരിച്ചറിവാണ് കിട്ടിയത്. ഉടനെ തന്നെ ഞാനത് ഓർമ്മിച്ചു. എൻ്റെ ഈ പറയുന്ന ഒരു സുഹൃത്തിന് സ്ഥിരമായിട്ട് ഡിസ്ക്, സ്കൂട്ടി തന്നെ ഓടിച്ചു പോകാൻ പറ്റാത്ത രീതിയിൽ വേദനയാണ്. അതെന്നും പറയാറുണ്ടെങ്കിലും ഞാൻ അതിന് തൈലമൊന്നും തടവി കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ ഒന്നും പറയുകയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ അവളുടെ കാലിന് ഈ പറയുന്ന പ്രശ്നങ്ങൾ വന്നു. പക്ഷെ ഉടനടി തന്നെ ഞാൻ അവളെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയല്ലേ, ഇന്നെടുത്ത് കൃത്യമായിട്ടൊന്ന് എന്നോട് പറയുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞ നിമിഷം മുതൽ ഞാൻ അവൾക്ക് വേണ്ടി എൻ്റെ നടുവിന് ഞാൻ തൈലം പുരട്ടുകയും പിറ്റീട് തൊട്ടടുത്ത ദിവസം അവളുടെ കാലിന് പോയിട്ട് ഞാൻ എൻ്റെ തൈലം അവളുടെ പാദങ്ങളിൽ പുരട്ടി കൊടുക്കുകയും ചെയ്തു. അവരുടെ വരാത്തതുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, എങ്കിലും ആ തൈലത്തിൻ്റെ ഒരു
ഉപയോഗം എനിക്കത് പറയാതിരിക്കാൻ കഴിയുമോ എന്നറിയില്ല. എങ്കിലും ഞാൻ അത് ചെയ്തതുകൊണ്ട് തന്നെ അവരിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വരുന്നൊരു കാലത്ത് നമുക്കതിന് സാധിക്കുമെന്ന് പറയാം. 1 മാസത്തിനിടയിൽ അവർക്ക് സൗഖ്യം പ്രാപിച്ചവർ ഭക്ഷണം കഴിക്കാൻ നടന്നു പോകാൻ തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു എൻ്റെ തൈലം ഉപയോഗിച്ചതുകൊണ്ടുള്ള ഫലം എന്നുള്ളത്. അതുപോലെ തന്നെ എൻ്റെ മറ്റേ സുഹൃത്തിനും അതുപോലെ തന്നെ ചെയ്തു. അവരും 1 വർഷത്തോളം നടക്കാതിരുന്ന ആൾ പിന്നീട് സുഖമായിട്ട് നടക്കുന്ന രീതിയിലേക്ക് തൈലത്തിൻ്റെ ഉപയോഗം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഇവിടുത്തെ അമ്മയുടെ തിരുത്തൈലം കൊണ്ട് സാധ്യമായിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ കാലിന് അതുകൂടെ ഒന്ന് പറയട്ടെ, എന്നിട്ട് ഞാൻ വേഗം പറയാം. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ, അതൊന്നും പറയുന്നില്ല. എൻ്റെ കാലിന് ഞാൻ ഇലക്ഷൻ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇതുപോലെ ശക്തമായിട്ട് തട്ടി ഞാനങ്ങ് വീണു എന്ന് പറഞ്ഞാൽ നല്ലോണം വീണില്ല. പക്ഷേ സിമെൻറ്റിൻ്റെ സൈഡിൽ കൊണ്ടതുകൊണ്ട് തന്നെ ആഴത്തിലുള്ളൊരു മുറിവായിരുന്നു. പക്ഷെ ഞാനത് അത്ര എൻ്റെ മുറിവുകളൊന്നും വലിയ കാര്യമാക്കാത്തത് കൊണ്ട് തന്നെ ആ മുറിവ് കുറച്ച് ഉള്ളതാണ്. പക്ഷേ അതിനെ ഞാനൊന്നും കളഞ്ഞിരുന്നില്ല, അത് അത്ര ശ്രദ്ധിക്കാതെ പോയി. പക്ഷെ 1 മാസമായിട്ടും എൻ്റെ ആ മുറിവ് ഉണങ്ങിപ്പോകാതിരുന്ന ഒരു ദിവസം എൻ്റെ മകൾ എന്നോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കാല് മുറിച്ച് മാറ്റേണ്ടി വരും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അമ്മ ഇത് വേഗം കൊണ്ട് ആസ്പത്രിയിൽ കാണിക്കണം എന്ന് പറയുമ്പോഴാണ് ഞാൻ അതിൻ്റെ ഗൗരവം ഒന്നും കൂടി കണ്ടത്. അപ്പോഴത്തേക്കും ഏകദേശം ഒരു 4-5 വട്ടത്തിൽ അത് ചൊറിഞ്ഞ് വരുന്ന രീതിയിലേക്ക് മാറുകയായിരുന്നു. ആഴം അവിടെ തന്നെ ഉണ്ട്. പെട്ടെന്ന് തന്നെ ഏതായാലും ഹോസ്പിറ്റലിൽ പോകണമെന്ന് മോള് പറയുമ്പോഴും ആദ്യം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഈ തൈലം ഇന്ന് പുരട്ടുകയാണ്, നാളെ ഇത് ഞാൻ പുരട്ടിയാൽ ആസ്പത്രിയിൽ പോകാനുള്ള ഇടയുണ്ടാവരുത്, എനിക്കിത് കരിഞ്ഞു പോയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ആ ചൊറിയുന്ന ഭയങ്കര ചൊറിച്ചൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു, അതങ്ങ് മാറിപ്പോകണമെന്ന് പറയും. തൊട്ടടുത്ത ദിവസം തന്നെ എനിക്ക് 2ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും അത് പൂർണ്ണമായും സൗഖ്യപ്പെടുന്ന രീതിയിലേക്ക് മുറിവ് ഉണങ്ങി വരുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. പിന്നീട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു എൻ്റെ സാക്ഷ്യമായിട്ട്, തൈലത്തിൻ്റെ ഒരു സാക്ഷ്യമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണമെങ്കിൽ ഞാൻ എൻ്റെ പത്രങ്ങളൊക്കെയും കിട്ടിയ ഉടനെ തന്നെ ആർക്കൊക്കെയാണോ അവർക്കൊക്കെയും ഞാൻ കൊടുക്കും. പിന്നെ സ്പെഷ്യലായിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ 1-2 എണ്ണം സൂക്ഷിച്ച് വെക്കും. ചിലപ്പോൾ അത് ആവശ്യമെന്ന് തോന്നുന്ന ചിലരുണ്ട് എൻ്റെ മുന്നിലെത്തുന്നത്. ഇവിടെ വരുന്നതിന് മുന്നേ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ പത്രങ്ങൾ സൂക്ഷിച്ച് വെക്കും, അവർക്ക് കൊടുക്കുകയും ചെയ്യും. പിന്നെ എൻ്റെ യൂട്യൂബിലുള്ള വരുന്ന എല്ലാ ഇതുപോലെ തന്നെ സാക്ഷ്യങ്ങളും ഞാൻ കേൾക്കാറുണ്ട്. എൻ്റെ ഫ്രീ ആയിരിക്കുന്ന സമയമോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയമൊക്കെയും സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഉപയോഗപ്പെടുത്തും. അത് അനിവാര്യമാണ്, ഇന്നൊരാൾക്ക് അനിവാര്യമാണെന്ന് തോന്നുമ്പോൾ ഞാൻ അവർക്ക് തന്നെ അത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ എല്ലാ ഉടമ്പടി പ്രാർത്ഥനകളിലും എല്ലാത്തിലും തന്നെ ഞാൻ അതുപോലെ തന്നെ പങ്കെടുക്കാറുണ്ട്. അങ്ങനെയുള്ള സൗഖ്യങ്ങളും എനിക്ക് ഓരോ നിമിഷവും അനുഭവിക്കുമ്പോൾ എനിക്ക് ആ സുഖം അനുഭവിക്കാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വസ്തുത. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയണമെങ്കിൽ ഞാൻ എൻ്റെ സമീപത്തു തന്നെയുള്ള പ്രദേശങ്ങളിലുള്ള അനാഥാലയങ്ങളിലും അതുപോലെ തന്നെ കുട്ടികളെ പിന്നെ അതായത് ഡിസബിലിറ്റി ആയിരിക്കുന്ന മക്കളെ നോക്കുന്ന സെൻറ്ററുകളുണ്ട്, അവിടെയൊക്കെ പോവുകയും അവർക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കും. പിന്നെ അവരോടൊപ്പം കുറച്ച് സമയം കളിക്കും. ഇങ്ങനെയുള്ളൊരു ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങൾ ഞാൻ അങ്ങനെ കണ്ടെത്താറുണ്ട്. പിന്നെ വൃദ്ധസദനങ്ങൾ, എൻ്റെ അടുത്തുള്ള വൃദ്ധസദന അമ്മമാരും അപ്പപ്പന്മാരൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പോയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നീട് ഏതെങ്കിലും പോകുന്ന വഴിയോരങ്ങളിൽ കടന്നു പോകുന്ന മനുഷ്യരെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണെങ്കിൽ, കുറച്ച് കാലം മുമ്പൊക്കെ നമ്മൾ അധികമൊന്നും ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. ഉണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ ഒരു ചെറിയ തൊട്ട് കൊടുക്കുക എന്നല്ലാതെ ഇപ്പം ഞാൻ അങ്ങനെ ആരെങ്കിലും കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു അന്വേഷണം എൻ്റെ കണ്ണുകൾ വെറുതെ ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ വെറുതെ ചുറ്റിലും നോക്കിക്കൊണ്ടാണ് പോവുക. എവിടെയെങ്കിലും ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് ആപ്റ്റാതാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉടനടി അവരുടെ അടുത്ത് പോയി എനിക്ക് കഴിയാവുന്ന സഹായം ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടാണോ ഇനി പൈസ കൊണ്ടാണോ എങ്ങനെയാണോ അവരെ സഹായിക്കേണ്ടത് അത് ചെയ്യാൻ കഴിയുമെന്നുള്ളതും അമ്മ നൽകിയ ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ പറഞ്ഞാൽ തീരില്ല ശരിക്കും പറഞ്ഞാൽ, പക്ഷെ അത്രയൊന്നും ഞാൻ പറയുന്നില്ല. ഇനി കുറച്ച് സമയം ഞാൻ മകൾക്കും കൂടി അവളുടെ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൊടുക്കുകയാണ്. നന്ദി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ദിവ്യ. നമ്മൾ കാസർഗോഡ് നിന്നാണ് വരുന്നത്. ഞാൻ 2025 ഏപ്രിൽ 25-നായിരുന്നു ആദ്യം ഓൺലൈൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നത്. ഓഫ്ലൈൻ ഉടമ്പടി ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത്. അതിനു മുന്നേ ഓൺലൈൻ ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും തീക്ഷ്ണമായിട്ട് ഞാൻ ചെയ്തത് ഇവിടെ വന്നിട്ട് തന്നെയായിരുന്നു. ഏപ്രിൽ 25-ന് വെച്ച് മെയ് 1.5 മാസത്തിനു ശേഷം ഞാൻ എൻ്റെ PhDക്ക് വേണ്ടിയിട്ടും എനിക്കൊരു സ്റ്റേൺ ആയിട്ടുള്ള ഒരു ജോബ്, ഒരു നല്ലൊരു ജോബിന് വേണ്ടിയിട്ടും കൂടിയായിരുന്നു ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഞാൻ മുന്നേ മെഡിക്കൽ കോളേജിൽ ഫാക്കൽറ്റി ആയിട്ടും സൈക്കോളജിസ്റ്റായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഗസ്റ്റായിട്ടായിരുന്നു. അതൊരു ടെമ്പററി ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോബ് വേണം എന്നുള്ളൊരു എല്ലാ യൂത്ത്സിൻ്റെ ഒരു ആഗ്രഹം പോലെ തന്നെ, യൂത്ത്സ് എന്നല്ല എല്ലാ ആൾക്കാരുടെ ഒരു ആഗ്രഹം പോലെ തന്നെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാലത്തോളം ഞാൻ ശക്തമായ പ്രാർത്ഥനയിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 1.5 മാസത്തിന് ശേഷം എനിക്ക് വേറെ ഒരു ജോബ് അപ്പോയിൻമെൻറ്റ് വരികയും ജൂൺ 1 തന്നെ ജോയിൻ ആവണമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി. അതുകൊണ്ട് തന്നെ ഞാൻ റിസൈൻ ലെറ്ററും ചെയ്തു, അതായത് റെസിഗ്നേഷൻ ഞാൻ ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് മെഡിക്കൽ കോളേജ് ജോബ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ജൂൺ 1 ഞാൻ ജോയിൻ ആവാൻ പോയ ആ ഒരു ജോബിലേക്ക് അവർ പറഞ്ഞു, കുറച്ച് നാൾ കഴിഞ്ഞിട്ടതിന് ശേഷം അവർ പറഞ്ഞു, ഓക്കെ നിൻ്റെ ഈ ജോബ് എന്താണെന്നറിയില്ല, അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്തോ ഒരു പ്രശ്നം പറഞ്ഞത് ക്യാൻസലായി. അതായത് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി കഴിഞ്ഞിട്ടും ക്യാൻസലായി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊരു 0 മെറിറ്റ് എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. 2 ജോബും ഇല്ല. ഒരു 3 മാസക്കാലത്തോളം ഞാൻ ചുമ്മാ വീട്ടിലിരിക്കുമായിരുന്നു. പക്ഷേ അതേ സമയത്ത് ഞാൻ എൻ്റെ PhDൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു ടൈമിലായിരുന്നു എൻ്റെ ഒരു PhDൻ്റെ എൻട്രൻസ് എക്സാം വന്നു. ഞാൻ പാസ്സായി, മാതാവിൻ്റെ കാരുണ്യം കൊണ്ട് തന്നെ പാസ്സായി. ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം പൊതുവേ ഇൻ്റർവ്യൂവിൽ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ആ ടൈമിൽ ഞാൻ പ്രസൻറ്റ് ചെയ്ത പേപ്പേഴ്സും ഇൻ്റർനാഷണൽ ലെവൽ പേപ്പർ പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ എന്തൊക്കെയാണോ ചെയ്തത് എനിക്ക് അതിൻ്റെ 1% പോലും പറയാൻ പറ്റാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്റ്റാഗ്നേറ്റ് ആയിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു ഞാൻ നിന്നത്. പക്ഷേ ഞാൻ സംഭവം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ എന്നിട്ട് എനിക്ക് ഇൻ്റർവ്യൂവിന് ഓക്കെ അവർ സെലക്ട് ആയി എന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ആയിരുന്നു എനിക്ക് ഗവൺമെൻറ് കോളേജിൽ തന്നെ ആയിരുന്നു കിട്ടിയത്. അഡ്മിഷൻ പ്രോസസ്സും കാര്യമൊക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് എൻ്റെ ഗൈഡ് HOD എന്നെ വിളിക്കുകയാണ്. അവസാന നിമിഷത്തേക്ക് എന്നെ വിളിക്കുകയാണ്, ദിവ്യ ഈ പ്രാവശ്യം നീ ട്രൈ ചെയ്യണ്ട, അഡ്മിഷൻ ക്യാൻസലാക്കി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഓരോ സമയവും ആ മാമിനോട് സംസാരിക്കുമ്പോഴും ആ മാം ഭയങ്കര റൂഡായിട്ടുള്ള രീതിയിലായിരുന്നു സംസാരിച്ചതും ഭയങ്കര ഒരു ദേഷ്യപ്പെടുന്ന രീതിയിലായിരുന്നു സംസാരിച്ചത്. പിന്നീട് ആണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആ മാമിൻ്റെ അണ്ടറിൽ ഒരു സ്റ്റുഡൻസും നിൽക്കുന്നില്ല. കാരണം ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള, അതായത് ഒരാൾ PhD ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ഗൈഡാണ് ആവശ്യം, എപ്പാർട്ട് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എനിക്ക് അത് ചിലപ്പോൾ ഒരു മാതാവ് മുൻകൂട്ടി തന്നതായിരിക്കാം. ഞാൻ ആ സമയത്ത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, എനിക്ക് ആ സമയത്ത് PhD എനിക്ക് വേണമായിരുന്നു എന്ന്. പക്ഷേ ആ മാമിൻ്റെ അണ്ടറിലായിരുന്നു ഞാൻ ചെയ്യുന്നതും. ഭയങ്കര ടോക്സിക് ആയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. മാതാവിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനിൽ ഞാൻ അവിടുന്ന് എനിക്ക് അത് എങ്ങനെയോ നാച്ചുറലി റിമൂവ് ആയി. പക്ഷേ എന്നിരുന്നാലും ഞാൻ ആ സമയത്തും ഞാൻ മാതാവിനൊന്നും പറഞ്ഞേ ഇല്ല. ഞാൻ മാതാവിനോട് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു, നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. തമിഴ്നാട്ടിലായിരുന്നു എൻ്റെ സെൻറ്റർ വന്നത്. പക്ഷേ ഞാൻ തിരിച്ച് ട്രെയിനിൽ പോകുന്ന സമയത്തും ഡിസബിലിറ്റി കോച്ചിൽ ഞാൻ കയറുകയാണ് ഉണ്ടായത്. കാരണം ഒരുപാട് തിരക്കായതുകൊണ്ട് ഞാൻ ചുമ്മാ കയറിപ്പോയി. അപ്പോൾ എനിക്ക് ചെറിയൊരു പേരിന് കുറേ നേരം ഇരിക്കുമ്പോൾ ചെറിയൊരു നടുവിന് വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പോലീസിനോട് ഞാനിത് പറഞ്ഞാൽ എന്തായാലും അവർ സമ്മതിക്കത്തില്ല, എന്നാലും ഒന്ന് പറഞ്ഞു നോക്കാം. എന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞു. അവരെല്ലാവരും പുറത്തേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ മാത്രം അവിടെ ഇരുന്നു. ഞാൻ അവിടെ നിന്ന് കാസർഗോഡ് കണ്ണൂർ പയ്യന്നൂർ എന്നുള്ള ആ ഒരു സ്റ്റേഷൻ വരെ അവിടെയുള്ള ഡിസബിൾഡ് ആയിട്ടുള്ള ഹൈന്ദവൻ, ക്രൈസ്തവൻ, മുസൽമാൻ, ജാതിമത ഭേദമന്യേ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ വേദന മാത്രമായിരുന്നു ഞാൻ ആ സമയത്ത് കണ്ടത്. ഞാൻ ആ സമയം വരെ ട്രെയിനിൽ കയറി അവിടെ ഞാൻ എവിടെയാണോ എൻ്റെ സ്റ്റേഷൻ അതുവരെ ഞാൻ മാതാവിനെ പറ്റി പ്രഘോഷിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആ ഡിസബിലിറ്റി കോച്ചിൽ ഞാൻ എല്ലാവരോടും മാതാവിൻ്റെ കൃപാസനത്തിൽ രോഗസൗഖ്യത്തിനെ പറ്റിയിട്ടും എനിക്ക് വന്ന അനുഭവങ്ങളെ പറ്റിയിട്ടും മാത്രം ഞാൻ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുമായിരുന്നു. എങ്ങനെയാണോ ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ ഒരു കുട്ടികളോട് പറയുന്നത് ആ രീതിയിലായിരുന്നു. കാരണം അവിടെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ളത് ഞാനാണ്. എത്രയോ പ്രായം 75-80 തികഞ്ഞ ആൾക്കാരായിരുന്നു അവിടെ നിന്നത്. അവിടെ നിന്ന് ഒരു ഉപ്പൂപ്പാന്ന് വേണമെങ്കിൽ പറയാം. ആൾക്ക് ത്രോട്ടിൽ ക്യാൻസർ ആയിരുന്നു. ആൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ നെറ്റിയിൽ തടവിക്കൊണ്ട് നന്മ നിറഞ്ഞ മറിയമേന്ന് ചൊല്ലുമ്പോൾ അതേ സമയത്ത് ആ ഉപ്പൂപ്പ ബാക്കി മാതാവിനെ പറ്റി പ്രഘോഷിക്കുന്ന പാട്ടായിരുന്നു പാടിയത്. അതെനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഞാൻ ആ സമയത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു.
പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു, മാതാവേ എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി, എന്നാലും ഞാൻ പ്രോമിസ് ചെയ്തു ഒരു നിമിഷം പോലും ഞാൻ എൻ്റെ മാതാവിന് എതിരായിട്ട് ഞാൻ പറയില്ല. കാരണം നീ ഇത്രയും എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിനക്കറിയാം എൻ്റെ ഭാവിയുള്ള ജീവിതം എങ്ങനെയായിരിക്കുന്നു. അപ്പോൾ ഞാൻ പത്രങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു, തമിഴ്നാട്ടിലെ എല്ലാ ചേച്ചിമാർക്കും അവർക്കൊക്കെ പത്രം കൊടുത്തുകൊണ്ടിരുന്നു. ആ സമയത്ത് പിറ്റേ ദിവസം, അതായത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പിറ്റേ ദിവസം ധ്യാനത്തിന്, ചൊവ്വാഴ്ച നമ്മുടെ ഇവിടെ ധ്യാനത്തിന് ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു തോട്ട് വരികയാണ്, 10 മിനിറ്റിനുള്ളിൽ നിനക്കൊരു ജോബ്, ഒരു നല്ലൊരു ജോബ് ഓഫർ വരും എന്നുള്ളൊരു മെസ്സേജ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. മെസ്സേജ് ഇങ്ങനെ ഗട്ട് ഫീലിംഗ് പോലെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. കറക്റ്റ് ആ 10 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്കൊരു കോൾ വന്നു. അതായത് വി ആർ കോളിംഗ് ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ സമയത്ത് എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ എപ്പോഴാണ് അപ്ലൈ ചെയ്തത്. ഞാൻ ഒരുപാട് അപ്ലൈ ചെയ്തു, പക്ഷേ എനിക്ക് ഓർമ്മയില്ല ഞാനിത് എപ്പോഴാണ് അപ്ലൈ ചെയ്തതെന്ന്. 3-4 ദിവസത്തിനുള്ളിൽ പെട്ടെന്നായിരുന്നു ഇൻ്റർവ്യൂ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു, മാതാവേ ഇത് നീ തന്നതാണെങ്കിൽ എനിക്ക് നീ ആണെന്നുള്ളതിൻ്റെ ഒരു സൈൻ എനിക്ക് കാണിച്ചു തരണം. കാരണം എല്ലാവരും ഇതുപോലെ പറയും, അവർക്ക് റീസണിങ്ങും ഒരുപാടുണ്ടാവും, പക്ഷേ ഇതിൽ എനിക്ക് എൻ്റെ മാതാവാണെന്ന് പറയാൻ ഈ ഒരു റീസൺ മാത്രമേ ഉണ്ടായിക്കൊള്ളൂ. ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ ഡേറ്റിന് ആ മാം പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷം 2:30 ഇൻ്റർവ്യൂ വെക്കാമെന്നാണ്. ത്രൂ ഔട്ട് അതേ സമയത്ത് തന്നെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ ഗന്ധവും മാതാവ് എനിക്ക് തന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ 2 ആഴ്ചക്കുള്ളിൽ എനിക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സൈക്കോളജിസ്റ്റായിട്ട് അപ്പോയിൻമെൻ്റ് ആയിട്ട് മാതാവിനെ അനുഗ്രഹിച്ചു. ഇപ്പം 3-3.5 മാസമായിട്ട് ഞാൻ അവിടെ ചെയ്യുമായിരുന്നു. ബാക്കിയുള്ള കൊളീഗ്സും എൻ്റെതും വെച്ച് നോക്കുമ്പോൾ, അതായത് മാതാവിൻ്റെ പ്രൊട്ടക്ഷൻ അത് മാതാവ് തന്നതാണെന്ന് എനിക്ക് വേറിട്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. മേ ബി എനിക്ക് 0, എൻ്റെ എലിജിബിലിറ്റി അല്ല എന്നുള്ള സമയത്ത് പോലും ഞാൻ മാതാവിനെ പ്രഘോഷിക്കുമായിരുന്നു ചെയ്തത്. ഞാൻ ഒരു രീതിയിൽ പോലും ഞാൻ മാതാവിനെ സങ്കടപ്പെടുത്തിയിട്ടില്ല. ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അപ്പോയിൻമെൻ്റ് ലെറ്റർ കിട്ടിയിട്ട് അവർ പറഞ്ഞത്, ഇത്രയും വർഷത്തിൽ ആദ്യമായിട്ടാണ് ദിവ്യ ഞാനിങ്ങനെ പറയുന്നത് എൻ്റെ ജോബ് ഇല്ല എന്നുള്ള രീതിയിൽ. ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ന്യൂസ് വന്നു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഞാൻ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ ഭക്തിമൂത്ത് പ്രാന്തായി എന്ന് മാത്രം പറയിക്കരുത്, ജീവനുള്ള ദൈവത്തിനാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് നീ എനിക്ക് കാണിച്ചു തരണം, എന്തെങ്കിലും ഒരു സൈൻ എനിക്ക് കാണിച്ചു തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അതിൽ ഉറങ്ങിപ്പോയി. ആ സമയത്ത് പിറ്റേ ദിവസം രാവിലെ മാതാവിൻ്റെ അതേ രൂപം മെഴുകുതിരിയിൽ തെളിഞ്ഞു. ഞാൻ എക്സാക്ട്ലി ഇതേ രൂപമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത്. ഇതാണ് എൻ്റെ വലിയൊരു സാക്ഷ്യം. ചെറുതും വലുതുമായിട്ട് ഒരുപാട് സാക്ഷ്യമുണ്ട്. അങ്ങനെ ഒരു സ്റ്റുഡൻറ്റിന് ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി. നെക്സ്റ്റ് ഡേ തന്നെ ആൾക്ക് ജോബ് കിട്ടി. രോഗസൗഖ്യം ഉണ്ടായിരുന്നു. ഒരുപാട് രോഗസൗഖ്യം തൈലം ഉപ്പ് പുരട്ടി കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയും പറയണമെങ്കിൽ ഞാൻ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുമായിരുന്നു മുന്നേ. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം കൂടുതൽ തീക്ഷ്ണമായിരുന്നു ബ്ലഡ് ഡൊണേഷന്. പിന്നെ എൻ്റെ ഓർഗൻ ഡൊണേഷന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജീരിയാട്രിക് കെയർ, പാലിയേറ്റീവ് കെയർ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനും അമ്മയും പോയി ന്യൂസ് പേപ്പർ, തുണി, ഡ്രസ്സ്, പൈസ, ഫുഡ്, എന്തൊക്കെയാണ് ആവശ്യം, അവർക്ക് എന്താണ് ആവശ്യം അത് പറ്റുന്ന പോലെ ചെയ്യുമായിരുന്നു. തിരുകുമാരനും മാതാവിനോടും 1000 നന്ദി പറയുന്നു. കൊന്ത ഞാൻ പോകുന്ന സമയത്തും വരുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ സ്പോട്ടിഫൈയിൽ പാട്ട് കേൾക്കുമായിരുന്നു. പക്ഷേ ഇത് 24 മണിക്കൂറും ഞാനിങ്ങനെ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് പറഞ്ഞാൽ എൻ്റെ സഹോദരി തന്നെയായിരുന്നു. കാരണം എനിക്ക് വല്ലാത്തൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. വൈദ്യശാസ്ത്രം ഇല്ല എന്ന് പറയുമ്പോഴും ദൈവമായ വൈദ്യം നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളൊരു സത്യം ആരും മറക്കരുത്. ആ ദൈവത്തിലൂടേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എൻ്റെ ചേച്ചി. എൻ്റെ ചേച്ചിയിലൂടെ അമ്മ മാതാവിലൂടെ തിരുകുമാരനിലേക്ക് ആ വഴിയാണല്ലോ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഞാൻ എൻ്റെ മാതാവിനെ അറിഞ്ഞത്. എൻ്റെ ചേച്ചി, മാതാവ്, പിന്നെ എൻ്റെ ഈ മാതാവിനെ കൂടെ ഞാൻ അറിഞ്ഞു. ഏറ്റവും രോഗം ഉണ്ടാകുന്ന സമയത്തും ഡോക്ടേഴ്സ് പറഞ്ഞു ഓക്കെ ഇത് ട്രീറ്റ് ചെയ്യാൻ ക്യൂർ ആവാൻ അത്രയും പെട്ടെന്ന് പറ്റത്തില്ല എന്ന്. പക്ഷേ എൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അതിലേക്കുള്ളൊരു ഒരു ക്ലാരിറ്റി കിട്ടിയത്, സമ്പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും ഹീലായത്. അതിലൂടെയാണ് ഞാൻ ബൈബിൾ വായനയും ഒരു വട്ടം വായിച്ചു തീർത്തു. ജപമാല ഞാൻ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ എൻ്റെ ചേച്ചിയാണ് എന്നെ പഠിപ്പിച്ചത്. ഈ തിരുസന്നിധിയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം തന്നതിന് ഈശോയ്ക്കും അമ്മേ മാതാവിനും 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് സുനു മേരി ജോസഫ്. ഞാൻ തലശ്ശേരി സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ ഇടവകമാണ്. എൻ്റെ ഹസ്ബൻഡ് ടോംസൺ മാണി. ഹസ്ബൻഡ് തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ പ്രൊഫസറാണ്. ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു. എനിക്ക് 3 മക്കളാണ്.
മൂത്ത മോൻ ജസ്വിൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ കുട്ടി ജീവൻ ടോംസൺ ഇപ്പം 3 വയസ്സാകുന്നു. ഇപ്പം ഈ മോള് 4.5 മാസം. എനിക്കിവിടെ ഈ ഉടമ്പടിയിലൂടെ ലഭിച്ച ഒരുപാട് അനുഗ്രഹങ്ങളും അതിന് പ്രത്യേകമായി സാക്ഷ്യം പറയാൻ ഞാനിവിടെ നിൽക്കുന്നു. ആദ്യമായി എൻ്റെ മൂത്ത മോന് 10 വയസ്സ് മൂത്ത മോന് ഉണ്ടായിട്ട് അതിനുശേഷം എനിക്കൊരു 3 പ്രാവശ്യം മിസ്കാരേജുകളുണ്ടായി. ആ 3 മിസ്കാരേജുകളും എപ്പോഴും 2ാം മാസത്തിൽ വെച്ചിട്ട് എനിക്ക് മിസ്ഡ് അബോർഷനായി പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ എൻ്റെ മൂത്ത മോന് എനിക്ക് യാതൊരു കോംപ്ലിക്കേഷനും ഒന്നും ഉണ്ടായിട്ടില്ല. 9 മാസവും ഞാൻ ജോലിക്ക് പോയിട്ടാണ് എനിക്ക് സിസേറിയനിലൂടെ മൂത്ത മോനെ ലഭിച്ചത്. പിന്നീട് ഇങ്ങനെ അടുപ്പിച്ചുള്ള മിസ്ഡ് അബോർഷനുകൾ കാരണം ഞാൻ ഒരുപാട് ഡിപ്രഷനിലായിരുന്നു, സങ്കടത്തിലായിരുന്നു. അതുകൊണ്ട് പിന്നെ കുറച്ച് കാലം ഞങ്ങൾ കുട്ടികളെ വേണോ വേണ്ട എന്നുള്ള രീതിയിൽ എനിക്ക് സങ്കടം പോലെയായിരുന്നു. പിന്നീട് ഒരു കുട്ടി ആവുക എന്ന് പറയുന്നത് എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ അവസ്ഥയിലിരിക്കുന്ന സമയത്ത് എൻ്റെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. കൃത്യമായി ഉടമ്പടി എല്ലാം പാലിച്ചു വരുന്ന വ്യക്തിയായിരുന്നു. ചേച്ചി ഇവിടെ കൃപാസനത്തിൽ വന്നപ്പോൾ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, എടി നിനക്ക് ഞാൻ 2ാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കട്ടെ. അന്നേരം ഞാൻ ഈ ഡിപ്രഷനിലിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ പറഞ്ഞു, ഇനിയൊരു കുഞ്ഞ് എനിക്ക് വേണ്ട. കാരണം ഇനിയൊരു കുഞ്ഞിനെ താങ്ങാൻ വന്നിട്ട് അത് നഷ്ടപ്പെട്ടാൽ അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ട് എനിക്ക് കുഞ്ഞ് വേണ്ട. തൽക്കാലം ഞങ്ങളൊരു വീട് സ്ഥലവും നോക്കുന്നുണ്ട്. എന്നാൽ ചേച്ചി എനിക്കൊരു വീട് സ്ഥലവും വാങ്ങാൻ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞു. ചേച്ചിക്ക് ഒരുപാട് സങ്കടം തോന്നി. എങ്കിലും ചേച്ചി മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്കൊരു 2ാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെ ചേച്ചി ഇവിടെ ഉടമ്പടി നിയോഗത്തിൽ എനിക്ക് വീടും സ്ഥലവും വാങ്ങാൻ വേണ്ടി നിയോഗവും വെച്ച് പ്രാർത്ഥിച്ചു. പിന്നീട് ഇവിടെ ഞാൻ 2 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് അത് ഇവിടുത്തെ മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ ഉള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ് എനിക്ക് ആ 2ാമത്തെ കുഞ്ഞിനെ ലഭിച്ചത്. പിന്നീട് ഞാൻ ഡോക്ടറെ ചെന്ന് കാണിച്ചപ്പം ഇത്രയും കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് 9 മാസം ബെഡ് റെസ്റ്റ് എടുക്കണം, എല്ലാ ദിവസവും ഡെയിലി ഇഞ്ചക്ഷൻ എടുക്കണം, എന്നാൽ മാത്രമേ ഈ കുഞ്ഞിനെ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി 1 മാസം എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കേണ്ടി വന്നു. ഡെയിലി 9 മാസവും ഡെയിലി ഇഞ്ചക്ഷൻ എടുക്കും. അങ്ങനെ ഈ സമയങ്ങളിൽ ഞാൻ പിന്നെ എനിക്ക് ഇവിടെ വരാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ ആദ്യമായി ഇവിടെ കൃപാസനത്തിൽ വരുന്നത് 2019 ഡിസംബർ 7-ാം തീയതിയാണ്. അന്ന് ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് കൃത്യമായി ഉടമ്പടിയെല്ലാം പാലിച്ച് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഈ പ്രഗ്നൻ്റ് ആയ അവസരത്തിൽ എനിക്കിവിടെ വരുവാനോ പുതുക്കാനോ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ഞാൻ വീണ്ടും ഓൺലൈനിലൂടെ ഉടമ്പടി എടുത്തു. എൻ്റെ ഈ 2ാമത്തെ കുഞ്ഞിന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അത് ഡെയിലി ഞാൻ നമ്മളെ തൈലം അടിവയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായിട്ട് ഡെയിലി എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ്റെ യൂട്യൂബിലൂടെ ധ്യാനങ്ങൾ മുടങ്ങാതെ കൂടുകയായിരുന്നു. ഇതിൻ്റെ എല്ലാം ഫലമായി എനിക്ക് യാതൊരു കുഴപ്പവുമില്ലാതെ എൻ്റെ 2ാമത്തെ കുഞ്ഞിനെ എനിക്ക് 2023 ജനുവരി 21 ഒരു ആൺകുഞ്ഞിനെ ലഭിച്ചു. ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന സമയങ്ങളിൽ ആണ് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കൊരു എൻ്റെ ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ 1 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്കൊരു വീട് സ്ഥലവും പെട്ടെന്ന് തന്നെ വന്ന് കിട്ടാനും അത് കച്ചവടമാക്കാനും അഡ്വാൻസ് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്കത് ലഭിക്കാനും സാധിച്ചു. പിന്നീട് ആ വീട് പണി പക്ഷെ കുറച്ച് പുതുക്കി പണിയണം, കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് നന്നാക്കണം, കുറച്ച് വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് ഒരു 3 മാസത്തെ വർക്കിന് വേണ്ടി കരാറ് കൊടുത്തെങ്കിലും വിചാരിച്ച പോലെ അത് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാനോ കരാറുകാരെ ഞങ്ങളെ കുറച്ച് പറ്റിച്ച് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി അത് പണി പൂർത്തിയാക്കാൻ പറ്റാണ്ടായിപ്പോയി. ആ സമയങ്ങളിൽ ഈ കുഞ്ഞ് ജനിച്ച് എൻ്റെ 2ാമത്തെ കുഞ്ഞിന് 8 മാസമുള്ളപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെയുമായിട്ട് ഇവിടെ വന്നിരുന്നു കൃപാസനത്തിൽ മാതാവിന് നന്ദി പറയാൻ. അന്ന് വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഒരു ആദ്യത്തെ നിയോഗം എൻ്റെ ആ വീട് പണി പൂർത്തിയാക്കണം. കുറച്ച് വർക്കേ ഉള്ളൂ, പക്ഷെ അത് മാസങ്ങളോളം നീണ്ടുപോകുന്നു, സാമ്പത്തിക നഷ്ടവും വന്നു. പക്ഷേ ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ എല്ലാ വീടിൻ്റെ അഡീഷണൽ 2 മുറി ബാത്റൂം അങ്ങനെയുള്ള ചെറിയ വർക്കുകളാണെങ്കിൽ പോലും അതെല്ലാം പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാനും അതിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി ഒക്ടോബർ 28, 2023 ഞങ്ങളുടെ പുതിയ ഭവനത്തിൽ ഞങ്ങൾക്ക് പാല് കാച്ചി അവിടെ താമസമാക്കാൻ സാധിച്ചു. ഇത് മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീടിന് ഞങ്ങൾ കൃപ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ മാതാവ് എനിക്ക് എനിക്ക് ഈ ഉടമ്പടിയിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ ഇങ്ങനത്തെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് വീണ്ടും പിന്നെ ഒരു കുഞ്ഞ് വേണോ എന്നുള്ള ഒരു ഇതിൽ ആശങ്കയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ ചോദിക്കാതെ തന്നെ മാതാവ് എനിക്ക് 3ാമത്തെ ഒരു കുഞ്ഞിനെ തന്നു. ആ കുഞ്ഞിനെ ഉണ്ടായ സമയത്ത് പോലും എൻ്റെ ഡോക്ടർ വീണ്ടും ഞാൻ പോയി കാണിക്കുമ്പോൾ പറയുന്നത് എനിക്ക് അന്നേരം 38 വയസ്സായി, ഓൾറെഡി 2ാമത്തെ കുഞ്ഞിനെ സിസേറിയൻ കഴിഞ്ഞിട്ട് 2 കൊല്ലം ആയിട്ടുള്ളൂ, ഡെയിലി ഇഞ്ചക്ഷൻ എടുക്കണം, മുമ്പത്തെ പോലെ 9 മാസം ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ലീവെല്ലാം ഓൾറെഡി തീർന്നു. ഇനി ലീവ് കിട്ടാനും സാഹചര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മാതാവിനെ കൈപിടിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഫസ്റ്റ് സ്കാനിങ്ങിന് ചെന്നപ്പോൾ ആദ്യത്തെ സ്കാനിങ്ങിൽ ആദ്യം ഒരു
സ്കാൻ ചെയ്യുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ എന്നുള്ള ഡോക്ടർ പറഞ്ഞ് തോന്നിയ സമയത്ത് തന്നെ ഞാൻ കാശുരൂപം കയ്യിലെടുത്ത് വരച്ച് പ്രാർത്ഥിച്ചു, മാതാവേ ഈ ഒരു കുഞ്ഞിനെ എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കാൻ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് സ്കാനിങ് റൂമിൽ നിന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. പിന്നീട് ഓരോ സ്കാനിങ്ങിലും എപ്പോൾ പോകുമ്പോഴും ഞാൻ കാശുരൂപം കയ്യിൽ പിടിച്ചിട്ടാണ് പോവാറ്. യാതൊരു കുഴപ്പവും ഇല്ല. പക്ഷെ ഞാൻ ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ട് പോലും എനിക്ക് ലീവ് എടുത്ത് ഇവിടെ വീട്ടിലിരിക്കാൻ പറ്റില്ലാത്ത സാഹചര്യം ആയതുകൊണ്ട് ഞാൻ അടിവയറ്റിൽ എന്നും തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഓഫീസിൽ പോകുമായിരുന്നു. 9 മാസം ഒരു ലീവ് പോലും എടുക്കാതെ ഞാൻ ഓഫീസിൽ പോയി വർക്ക് ചെയ്തു. അതിൻ്റെ ഫലമായി പിന്നെ ഉടമ്പടിയിലൂടെ ഓൺലൈൻ ഉടമ്പടിയിലൂടെ പുതുക്കി അതിലൂടെ പ്രാർത്ഥിച്ചു, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2025 ഓഗസ്റ്റ് 14-ാം തീയതി എനിക്കൊരു പെൺകുഞ്ഞിനെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. ഇത് പ്രത്യേകമായി ഈ കുഞ്ഞ് എനിക്കറിയാം, ഇത് മാതാവ് എനിക്ക് പ്രത്യേകം തന്നൊരു അനുഗ്രഹം തന്നെയാണെന്നറിയാം. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ ഇവളുടെ പേര് ഞാൻ കൃപാ മരിയ ടോംസൺ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലൂടെ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് വീട് എങ്ങനെയായി ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. പിന്നെ ഈ ഓൺലൈൻ ഉടമ്പടി ചൊവ്വാഴ്ചയുള്ള ധ്യാനം ഓൺലൈനിലൂടെ ഞാൻ പറ്റുന്ന ലീവുള്ള ദിവസം വീട്ടിലിരിക്കുമ്പോഴെല്ലാം മുടങ്ങാതെ പറ്റുന്ന ദിവസം ധ്യാനം ഫുള്ള് കൂടും. പിന്നെ എല്ലാ ദിവസവും എന്ത് നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങളുണ്ടെങ്കിലും അത് ഓൺലൈനിൽ നടക്കുന്ന ആ സമയത്ത് തന്നെ ഞാൻ അതിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എനിക്ക് ഉറപ്പായിരുന്നു എന്ത് കുഞ്ഞിതായാലെങ്കിലും വലുതാണെങ്കിലും ആ സമയത്ത് ചൊവ്വാഴ്ച ജോസഫ് അച്ഛൻ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് ഞാൻ കയറിയിട്ട ഒരു പ്രാർത്ഥനകളും ഇതിൽ നടക്കാതിരുന്നിട്ടില്ല. അത് ചെറുതുമാകട്ടെ, ചെറിയ ആവശ്യങ്ങളും വലിയ ആവശ്യങ്ങളും എല്ലാം ഇപ്പം ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പോലും ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ധ്യാനത്തിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എനിക്ക് സാക്ഷ്യം പറയാൻ അവസരം കിട്ടുമെന്ന്. ഞാൻ ഈ മാതാവിൻ്റെ അടുത്ത് ധ്യാനത്തിനകത്ത് ഞാൻ എൻ്റെ നിയോഗം ഇട്ടത് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ മാതാവി ഒരു അവസരം തരണമേന്ന്. അതുപോലെ ഒരാഴ്ചക്കുള്ളിൽ മാതാവ് എനിക്ക് ഒരുക്കി തന്നു. അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് നിയോഗങ്ങളിലൂടെ ലഭിച്ചു. അതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്ക് എൻ്റെ പരിചയത്തിലുള്ളതും അല്ലാത്തതുമായ കുറച്ച് പാവപ്പെട്ട ആൾക്കാർക്കെല്ലാം എനിക്ക് ഹോസ്പിറ്റലൊക്കെ പോകാൻ ചില സമയത്ത് ബുദ്ധിമുട്ടായതുകൊണ്ട് പരിചയമുള്ളവർക്കെല്ലാം സാമ്പത്തികമായിട്ടൊക്കെ പൈസ കൊടുത്തും അങ്ങനെ സഹായിക്കുമായിരുന്നു. പിന്നെ കൃപാസന പത്രം ഇവിടെ വന്ന സമയങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ കൂടുതലും ഞാൻ ഓൺലൈനിലൂടെ എല്ലാം ഷെയർ ചെയ്യാം. കാരണം എപ്പോഴും ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയ സമയത്ത് ഞാൻ ഓൺലൈനിലൂടെ കഴിവതും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇവിടുത്തെ സാക്ഷ്യങ്ങളും യൂട്യൂബ് ധ്യാനങ്ങളും എല്ലാം ഷെയർ ചെയ്യും. അങ്ങനെ ഞാൻ എല്ലാം പിന്നെ എല്ലാവർക്കും എൻ്റെ കയ്യിലുള്ള കാശ് രൂപങ്ങളെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തു എൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചും ഞാൻ കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.